സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒരു ബർത്ത്ഡേ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. ബർത്ത്ഡേ വേറെ ആരുടെ അല്ല, എൻ്റെ തന്നെയാണ്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു തീമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റും ഒരു ബ്ലഡ് റെഡ് പോലത്തെ കളറുമാണ് ഞങ്ങളുടെ തീമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ടോ ഞങ്ങൾ പോയത്. ഒരു 2-3 കടയിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും ഏകദേശം ആ ഒരു കളറിലുള്ള ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയത്. അവസാനം കുഴഞ്ഞ് രാവിലെ 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നത് ഉച്ചയ്ക്ക് 2:30 കേട്ടോ. അത്രയും ക്ഷീണിച്ചു. നടന്ന് ഒരുപാട് ക്ഷീണിച്ചു ഞങ്ങൾ രണ്ടുപേരും. ഒറ്റപ്പാലത്തേക്കായിരുന്നു ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. അവസാനം 3ാമത്തെ കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ടോപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള മദർ കെയറിലോട്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ബലൂൺസ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ഇതാ കുറേ കളി സാധനങ്ങൾ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇന്നർ ചൈൽഡൊക്കെ പുറത്ത് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ച് അവിടെ നോക്കി നിന്ന് നമ്മൾ ചിലപ്പോൾ വേറെയും കുറേ സാധനങ്ങൾ മേടിച്ചു പോകും. ഇതിലിങ്ങനെ ഇരുന്ന് തിരഞ്ഞത് വേറെ നല്ല ഒരു കളറുള്ള ബലൂൺ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കുറച്ച് റെഡ് ആയിട്ടുള്ള കളർ വേണമായിരുന്നു. പക്ഷേ 10-12 കടയിൽ കയറിയിട്ടും റെഡ് കളറുള്ള ബലൂൺ മാത്രം കാണില്ല. അവസാനം ഇവിടുന്ന് ഞങ്ങൾക്ക് ഏകദേശം ആ ഒരു കളറുള്ള ഒരു ബലൂൺ ഒത്ത് വന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് 2 ഫെയറി ലൈറ്റൊക്കെ മേടിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായിരുന്നു. ഉച്ചയ്ക്ക് ആണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഒരു ഷേക്കും 2 കട്ട്ലറ്റൊക്കെ കഴിച്ച് ഏകദേശം ഞങ്ങളുടെ വിശപ്പൊന്ന് അടക്കി തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബസ് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബസ് കയറി ഒന്ന് വീട്ടിലെത്തിയെന്ന് കിടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു പിന്നെ ഞങ്ങളുടെ ചിന്ത. വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ അവസ്ഥയാണിത്. ഫുൾ അനുകൂലമായിട്ട് കിടക്കുമായിരുന്നു. 2-3-4 ദിവസമായിട്ട് ഞങ്ങൾ ഈ ബെഡിൽ വന്ന് കിടക്കാറില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ. അപ്പോൾ എല്ലാം നമ്മൾ മടക്കി വെച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കി അവസാന റൂമൊന്ന് വൃത്തിയാക്കി പിന്നെ അവിടെ നിന്ന് കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് നമ്മുടെ ഈ ബർത്ത്ഡേയുടെ വ്ളോഗുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക.